വയ്യാതിരിക്കുന്ന അച്ഛൻ, അധികം ജോലിയില്ലാത്ത അമ്മ, ഹൗസ് വൈഫായ അമ്മ, അധികം ജോലി ചെയ്യാത്ത ചേട്ടൻ, മോഹൻലാലിന്റെ മകൻ, ശ്രീനിവാസിന്റെ മകൻ, പ്രിയദർശന്റെ മകൾ, ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു സിനിമ ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചീത്തപ്പേര് നമ്മൾ കേട്ടേ പറ്റൂ, അങ്ങനെ ഒരു പഴി കേട്ടേ പറ്റൂ. പടങ്ങൾ വരുന്നുണ്ട്, പക്ഷെ സക്സസ് ഇല്ലാതെ തന്നെ പടങ്ങൾ വരുന്നതാണ് എനിക്ക് ഭയങ്കര അത്ഭുതം. എങ്ങനെയാണ് ട്രോളുകൾ നേരിടുന്നത്? എനിക്ക് പൊതുവെ കുറവാണ്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ശ്രീനിവാസനെ പോലൊരു നടനെ കിട്ടാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഡേറ്റ് കിട്ടാത്തതുകൊണ്ടോ, ഷട്ടറിന് ശേഷം സംവിധാനം ചെയ്യാത്തത്? മടി കൊണ്ടാണ്. എനിക്കത് വെച്ചിട്ട് മടി, ബിഹേവിയർ, കോഡ് ഓഫ് കണ്ടക്ട്, മര്യാദ അതൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ്. നല്ല മര്യാദക്കാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഡ്രാമയാണ്. ഡ്രാമ എങ്ങനെ ടി വിയിൽ കണ്ടാലും നമുക്ക് ബോറടിക്കും. അപ്പോൾ ഇയാളുടെ ഒരു വെപ്രാളമുണ്ട്. സൂപ്പർ ആണോ? അറിയാതെ പറ്റിയതായിരിക്കും. അതാണ് ആർട്ട്. അറിഞ്ഞുകൊണ്ട് നീ അഭിനയിച്ചു നോക്കി ഭയങ്കര അതെ. വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ബുദ്ധിമാൻ ചെയ്തതാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അത്ര ബുദ്ധിയില്ല കേട്ടോ. ഞങ്ങൾ ആ പടത്തിന് ഞങ്ങൾക്ക് കിട്ടിയ റോള് വെച്ച് ഞങ്ങൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട നെപ്പോക്കിട്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ ഒരു നെപ്പോക്കിട്ടായതുകൊണ്ട് കുഴപ്പമില്ല. കുരുത്തക്കുറവുണ്ട്. കൂടെയുള്ള സ്റ്റാറുകളെക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവരൊരു സിനിമ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കാശ് ധ്യാൻ എന്ന് പറഞ്ഞൊരു 10 സിനിമ ചെയ്യും, അവരെക്കാളും കൂടുതലാണ് ധ്യാൻ. സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ധ്യാൻ ശ്രീനിവാസൻ, ജോയ് മാത്യു സാറ്, അപ്പാനി ശരത്ത്. ഹായ്. ധ്യാൻ ഒരു ഇന്റർവ്യൂ സ്റ്റാർ മാത്രമല്ല, പടങ്ങളും വിജയിപ്പിക്കും. ഇന്റർവ്യൂ കൊടുത്ത് വിജയിപ്പിക്കും. ഇന്റർവ്യൂയിലൂടെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തില് ട്രോളാനുള്ള എല്ലാം അങ്ങ് ട്രോളിക്കുക. നെപ്പോ കിഡ്സിനെയൊക്കെ അങ്ങ് കളിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ കളിയാക്കൂല എന്നുള്ള ടെക്നിക്ക് എനിക്ക് തോന്നുന്നു വിനീതിന് പറഞ്ഞു കൊടുത്ത ധ്യാനാണെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ അതിനു മുന്നേ തന്നെ ഒരു നാഷണൽ മീഡിയന്റെ ഒരു പരിപാടിക്ക് പൃഥ്വിരാജ് രാജുവേട്ടൻ ഇതേ സാധനം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ സത്യത്തിൽ ഈ വഴി തെളിച്ചു തന്നത് ശ്രീനിവാസൻ സാറ് നേരത്തെ തന്നെ കാണിച്ചു തന്നു. ആരെയൊക്കെ ട്രോളണോ അവരെയൊക്കെ പിടിച്ചതിനെ അഭിനയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അല്ല, അതിനകത്ത് ആങ്കർ ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? കാരണം ആ സിനിമ തന്നെ ഇപ്പൊ ഏട്ടനെ വിളിക്കുന്നത് മറ്റേ കരൺ ജോഹർ ഓഫ് മറ്റേ മലയാളം ഇൻഡസ്ട്രി എന്നാണ്, ഫ്ലാഗ് ബെയറർ ഓഫ് നെപ്പോട്ടിസം വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിന്റെ മകൻ, ശ്രീനിവാസിന്റെ മകൻ, പ്രിയദർശന്റെ മകൾ, ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു സിനിമ ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചീത്തപ്പേര് നമ്മൾ കേട്ടേ പറ്റൂ, അങ്ങനെ ഒരു പഴി കേട്ടേ പറ്റൂ. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ചതും കൂടിയാണ്. അപ്പോൾ ഞാൻ അതിനെ ഒരു ജാമ്യം പോലെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊക്കെ നെപ്പോൾ കിഡ്സ് അല്ലേ, ഞാനങ്ങ് പറഞ്ഞു. സത്യമാണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ട് എല്ലാവരും തെറി കേൾക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അത് നിവിനെ കൊണ്ട് നന്നായിട്ട് ഡയലോഗ് പറയിപ്പിച്ചിട്ടുണ്ട്. നിവിനെതിരായിട്ടുള്ള സാധനങ്ങൾ നിവിനെ കൊണ്ട് പറയിപ്പിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് പോസിറ്റീവായിട്ട് വന്നു. നിവിന്റെ ഗുണമായാണ് അത് വന്നിരിക്കുന്നത്. അത് ഭയങ്കര രസമുള്ള ടെക്നിക്കല്ലേ, അതും ആസ്വദിച്ചില്ലേ? അതേപോലെ മലയാളി ഫ്രം ഇന്ത്യയുടെ പ്രൊമോഷൻ സ്ട്രാറ്റജിയിലും ഇതേപോലെ നിവിനെ കളിയാക്കിയ സമയത്ത് നിവിനെ ഇനി കളിയാക്കാൻ ആർക്കും പറ്റില്ല. കാരണം ഓൾറെഡി ഇതെല്ലാം കളിയാക്കി കഴിഞ്ഞാൽ അവസ്ഥയിലേക്ക്. ശരിക്കും ധ്യാന്റെ സിനിമകൾ ഇപ്പോൾ വർഷത്തിൽ എത്രയാണെന്നുള്ളത് എണ്ണാൻ പറ്റാത്ത രീതിയിൽ വരുന്നുണ്ട്. ധ്യാൻ അത്രയും വലിയ സ്റ്റാറായി മാറിയിരിക്കാം. സ്റ്റാറിനേക്കാൾ ഉപരി പടത്തിന്റെ എണ്ണം കൊണ്ടൊന്നും ഒരാള് സ്റ്റാർ ആവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പടങ്ങൾ വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ സക്സസ് ഉണ്ടാവണമല്ലോ അതോടൊപ്പം തന്നെ. തീർച്ചയായിട്ടും. പക്ഷെ സക്സസ് ഇല്ലാതെ തന്നെ പടങ്ങൾ വരുന്നതാണ് എനിക്ക് ഭയങ്കര അത്ഭുതം. ആ രീതിയിൽ ഞാനൊരു അത്ഭുതമായിരിക്കും ചിലപ്പോൾ. അതെന്താണ് ഞാനും അത് ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തുകൊണ്ട്, എങ്ങനെ, അല്ല എന്തായിരിക്കും ഇത്? ഞങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ? ഞാനും ഡിസ്കസ് ചെയ്യാറുണ്ട് അച്ഛനായിട്ടൊക്കെ. അപ്പൊ എനിക്കിതുവരെ അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ മേ ബി നമ്മള് സിനിമ എപ്പോഴും ഈ പറഞ്ഞ പോലെ സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, കോണ്ടാക്ട്സ്, അതൊക്കെ ബന്ധങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള പല പ്രൊജക്റ്റുകളും കുറേ ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതലും ആ രീതിയിലാണ് പല സിനിമകളും ഉണ്ടായിട്ടുള്ളതും. പിന്നെ നമ്മൾ വർക്കിംഗ് ഫ്രണ്ട്ലി ആവുക, ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആവുക, നമ്മൾ ആ രീതിയിൽ ഭയങ്കര നടനാവുന്നതിനേക്കാളും നമ്മുടെ ബിഹേവിയർ, കോഡ് ഓഫ് കണ്ടക്ട്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സെറ്റിൽ. പിന്നെ നമ്മൾ നായകൻ്റെ റോള് ചെയ്യുക മാത്രമല്ല, ഞാനിപ്പോൾ ക്യാരക്ടർ റോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മലയാളിയിൽ ഞാൻ ചെയ്തത് ക്യാരക്ടർ റോളാണ്. മലയാളി ചെയ്യുന്നതിന് മുന്നേ തൊട്ട് അതിൻ്റെ മലയാളിയിൽ നിവിൻ ചെയ്തൊരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നേ റോളുകൾ ചെയ്യുള്ളൂ, ഞാൻ നായകനെ ആവുള്ളൂ, അങ്ങനത്തെ വാശിയൊന്നും നമുക്കില്ല. ഈ സിനിമയിൽ ഒരു വേഷത്തിന് വിളിക്കുന്നത് തരക്കേടില്ലാത്ത പരിപാടിയാണ്, നമ്മൾ പോയി അഭിനയിക്കും.
അത് നമ്മുടെ ജോലിയാണ്, അത് നമ്മൾ കൃത്യമായി പോയി ചെയ്യുന്നു, അതുകൊണ്ടാവാം. ഇപ്പോൾ ജോയ് മാത്യു സാറ് അമ്മയറിയാനിൽ അഭിനയിച്ച നായകനാണ്, എന്നിട്ട് സാറിനെ പാലും ഒരുപക്ഷെ കവർ ചെയ്തിട്ടുണ്ടാവും ഇപ്പം പടങ്ങളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ. ആ കഥ പറഞ്ഞ ബിഹേവിയർ, കോഡ് ഓഫ് കണ്ടക്ട്, മര്യാദ അതൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ്. മര്യാദ അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. മര്യാദ നല്ല മര്യാദക്കാരാണ്. സാറിപ്പോ ഷട്ടർ പോലുള്ള ഒരു പടം ഒരു 6 ഭാഷകളിൽ വരെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തുളുവിലൊക്കെ മലയാളം സിനിമ വന്നിട്ടുള്ളത്, തുളുവിൽ വന്നു സാറിന്റെ സിനിമ, കന്നഡ, തെലുങ്ക്, പഞ്ചാബിയിൽ വന്നു. പഞ്ചാബിയിൽ ഒരു മലയാള സിനിമ അതൊരു വലിയ സംഭവമല്ലേ സാറേ? അത് ശരിക്കും ഷട്ടറിന്റെ തോട്ട് ഇങ്ങനെ മനസ്സിനകത്തേക്ക് വരുമ്പോൾ ഇതിനൊരു ഫ്യൂച്ചർ ഫിലിം ആക്കാൻ പറ്റുമെന്ന് സാറിന് എപ്പോഴാണ് അതിനകത്തൊരു ഇത് വന്നത്? അത് ഞാൻ ഷോർട്ട് ഫിലിമായിട്ട് ആലോചിച്ചു. ആദ്യം നാടകമായിട്ട്, ഞാൻ തിയേറ്ററായിട്ട് എനിക്ക് കൂടുതൽ ബന്ധം. അവർ നാടകമായിട്ട് ആലോചിച്ചു. പക്ഷേ നാടകത്തിന് പരിമിതികളുണ്ട്. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് നാടകമാക്കുമ്പോൾ ഒരു ഷട്ടറിട്ട മുറിയിൽ തന്നെ എത്ര നേരം അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വന്നു. ഷോർട്ട് ഫിലിം ആക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ സത്യത്തിൽ രഞ്ജിത്താണ് എനിക്ക് ധൈര്യം തരുന്നത്. ഞാൻ ഈ ഇതിൻ്റെ ഒരു നക്ഷൽ പറഞ്ഞപ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ഫീച്ചർ ഫിലിം ആക്കാമല്ലോ, അതിനുള്ള സ്റ്റഫ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ധൈര്യമായി. അങ്ങനെ അദ്ദേഹം അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിൽ സിനിമയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് എനിക്കൊരു ഉറപ്പായി. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വർക്കായി. അത് ഇപ്പം ശ്രീനേട്ടനാണല്ലോ അതിൽ നായകൻ. ശ്രീനേട്ടനോട് ഞാൻ ഈ കഥ പറയുന്നത് തന്നെ ഒരു കാറിൻ്റെ യാത്രയിലാണ്. ഞങ്ങളുടെ മുമ്പിൽ പഴയ പരിചയമുണ്ട്. ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ച ശ്രീനിവാസന്റെ കൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല. നിങ്ങൾക്കറിയാം കഥയല്ല. ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞൂടാ, മുഖം കാണിച്ചത് ശ്രീനിവാസൻ അഭിനയിച്ച സംഘഗാനം എന്നുള്ളൊരു പടമുണ്ട്. ശ്രീനേട്ടൻ്റെ രണ്ടാമത്തെ പടമല്ല, മണിമുഴക്കം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പടം. 78 നിൽക്കുന്നത്, നമ്മൾ രീതി പഠിക്കുക. അപ്പം ദരിദ്ര സിനിമയാണത്. അന്നത്തെ അങ്ങനെയാണ്. VA ബക്കറിൻ്റെ ആർട്ട് ഫിലിം എന്നൊക്കെ പറയില്ലേ, ഉച്ചയ്ക്ക് റിലീസ് ചെയ്യുള്ളൂ, ഉച്ചപ്പടം എന്ന് പറയും. അപ്പോൾ ശ്രീനേട്ടൻ്റെ രണ്ടാമത്തെ പടം, ശ്രീനേട്ടൻ നായകനാണ്, M. സുകുമാരൻ്റെ കഥ. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട്ടെ നാടകക്കാർ മധുമാഷ് അഭിനയിക്കുന്നുണ്ട്, എൻ്റെ ഗുരുവായിട്ടുള്ള നാടക ഗുരു, അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സംഘാടകർ ഞങ്ങളൊക്കെയാണ്. അതായത് ആൾക്കാരെ സംഘടിപ്പിക്കുക, അന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലല്ലോ. ആൾക്കാരെ സംഘടിപ്പിക്കുക, ഷൂട്ടിംഗ് ലൊക്കേഷൻ കണ്ടെത്തുക, അവിടേക്ക് ആൾക്കാരെ കൊണ്ടുപോകുക. ശ്രീനേട്ടനൊക്കെ ബൈക്കിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ശ്രീനേട്ടന് വീഡിയോ വാങ്ങി കൊടുക്കുക, എമ്മാരി വലിയെന്ന് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ഇയാൾ വീഡിയോ വെച്ചിട്ട് നമ്മൾ പൊടിച്ചു പോയല്ലോ. കുഴപ്പമില്ല, കുഴപ്പമില്ല, കണ്ടുപഠിച്ചതാ. അല്ല, അതിന്റെ സ്മോക്കിംഗ് ആയിരുന്നു, വേറെ ഡിഫൻസ് ഒന്നുമില്ല. നിങ്ങളാണ് എൻ്റെ അച്ഛന് ബീഡി വാങ്ങിച്ചു കൊടുത്ത് മനസ്സിലാക്കിയതല്ലേ? ഇത് ഞാൻ നോക്കിയിരിക്കുന്നു. അങ്ങനെ ഈ മധുമാഷ് മരിച്ചിട്ട് ഈ ബോഡിയായിട്ട് ശ്രീനിവാസനും സംഘവും ഒരു ബൂർഷാസിയുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യാണ്, ഒരു മലയാളിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇതിൽ കൂടെ നടക്കാൻ ആളെ കിട്ടുന്നില്ല. മാർക്കറ്റിൽ നിന്ന് കുറേ ആൾക്കാർ കൊണ്ടുവന്നിരുന്നു. അവർ പോകേണ്ട മീനിൻ്റെ സമയമായപ്പോൾ അവർ പോയി, പിന്നെ ആളില്ല. അപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നിന്നതിൽ. അങ്ങനെ അതിൽ ശ്രീനിവാസൻ്റെ കൂടെയാണ് ആദ്യം അഭിനയിച്ചതെന്നുള്ള ഒരു അഹങ്കാരം എനിക്കുണ്ട്. ഞാൻ ശ്രീനേട്ടനോട് പറഞ്ഞ നീ പിന്നിലുണ്ടായിരുന്നു വന്നത്. ഫാദർ ഒറ്റപ്ലാക്കൻ, ഈ ആമയുള്ള ക്യാരക്ടർ എനിക്ക് ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. കാരണം ഈ ഷട്ടറിന് എന്തുകൊണ്ട് സിനിമ ഡയറക്ട് ചെയ്തു? നിന്റെ ഡേറ്റ് ഒന്നും കിട്ടാതെ അത് ചോദിച്ചില്ല. അതെ, ധ്യാൻ ശ്രീനിവാസനെ പോലൊരു നടനെ കിട്ടാത്തതുകൊണ്ടാണോ, ഇല്ലെങ്കിൽ ഡേറ്റ് കിട്ടാത്തതുകൊണ്ടോ ഷട്ടറിന് ശേഷം സംവിധാനം ചെയ്യാത്തത്? മടി കൊണ്ടാണ്, എനിക്കത് മടി അല്ലേ, ഒരു പരിധി വരെ ശരിയാ. പക്ഷെ ധ്യാന് ഭയങ്കര മടിയാണല്ലോ, പക്ഷെ പറന്നു നടന്നില്ല അഭിനയിക്കണേ. എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇത് കുടുംബപരമായ ഭൂസ്വത്തും ഇതൊക്കെ ഒരു ബാങ്കിന് വിളി. ശരിക്കും സാർ എന്താ ചെയ്യാത്തത് ഷട്ടർ? അല്ല, അത് 2-3 കാര്യങ്ങളുണ്ട്. ഈ ഒരു ആദ്യ സിനിമ ചെയ്യാൻ നമുക്ക് ഭയങ്കര അതിൻ്റെതായ ഒരു അർജൻ ഉണ്ടാവും, ചെയ്യാനുള്ളൊരു വല്ലാത്തൊരു തോന്നൽ. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തത് അതിനൊപ്പമോ അതിനേക്കാൾ അപ്പുറം നിൽക്കണം. മനസ്സിലായി. അത് ഭയങ്കര ഒരു ടെൻഷനായിട്ട് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. അപ്പൊ എഴുതിയതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തല്ലേ അങ്കിള്? അപ്പൊ എഴുതി കൊടുത്ത് പറ്റിക്കുക? അത് അങ്ങനെയല്ല. അപ്പൊ ഞാൻ ആലോചിക്കും, ഞാനിങ്ങനെ ഓരോ ഐഡിയ ആലോചിച്ച് ഇത് സിനിമയാക്കാം എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ കൂടെ അപ്പം ആരാണുള്ളത്? അവർ ജോട്ടൻ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യാട്ടോ, എന്നാ പിന്നെ നീ എടുത്തോ. അങ്ങനെയാണ് ഞാൻ കൊടുത്തത്. ഒരു ടിനു പാപ്പച്ചൻ്റെ അത് ഞാൻ ചെയ്യാൻ വിചാരിച്ചതും ചെയ്തു. പക്ഷെ അവൻ വന്ന് ചോദിച്ചു, ഞാൻ കൊടുത്തു.
ഞാനങ്ങനെ എന്തും കൊടുക്കും ചോദിച്ചു. പക്ഷേ ടിനു ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പടം എക്സ്പീരിയൻസ് ചെയ്യാൻ തിയേറ്ററിൽ അധികം ആള് വന്നിട്ടില്ല എന്നുള്ളൊരു ആളെ വരുത്താതിരുന്നതല്ലേ നമ്മളെ പാർട്ടിക്കാർ. പിന്നെ വളരെ ഭീഷണിപ്പെടുത്തിയിട്ട് ആൾക്കാരെ തിയേറ്ററിൽ നിന്ന് ഇറക്കിയ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. തൊടുപുഴ ഭാഗത്ത് നമ്മുടെ ക്യാമറാമാൻ്റെ ബന്ധുക്കൾ തന്നെ, ജിൻഡോൻ്റെ ബന്ധുക്കളെ തന്നെ തിയേറ്ററിൽ നിന്ന് ഇറക്കി. കണ്ട ഒയ്ക്കോ പറഞ്ഞു. ആ പാർട്ടിക്ക് ഈ പടം ഒരു ത്രെറ്റായിട്ട് തോന്നി. സംഭവം ഞാൻ പറഞ്ഞത് കറക്റ്റാണല്ലോ. അപ്പോൾ തെളിഞ്ഞ് വരികയാണ്. ബോംബ് നിർമ്മാണം അതിൻ്റെ അനുബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ വളരെ എന്താ പറയുക, വളരെ ഒബ്വിയസ് ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു റിസ്ക്കാണ്. ഞാനത് ടീനോട് പറഞ്ഞിരുന്നു. അപ്പോൾ ടീനു പറഞ്ഞു അത് കുഴപ്പമില്ല, എനിക്ക് ആ സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ പാചകചന്ദ്രവും സ്വാതന്ത്ര്യ അർദ്ധരാത്രികൾ പോലെയുള്ള സിനിമകളുടെ പ്രേക്ഷകർ ഇതിനകത്തേക്ക് വന്നപ്പോൾ അവർക്കൊരു സിങ്ക് ആയില്ല. അത് കറക്റ്റ്, എന്തോ ഒരു പ്രശ്നം കറക്റ്റാണ്. ആ ഒരു ഉത്സവ മൂടാണ് അവരുടെ പ്രേക്ഷകരെ പ്രതീക്ഷിച്ചത്. ഇത് ഉത്സവം മൂടല്ലല്ലോ, ഇത് പക്ക പൊളിറ്റിക്സ് ആണ്. പക്ഷെ ഇതിപ്പോൾ 2-3 ഫെസ്റ്റിവലുകളിലൊക്കെ പോയി. അല്ല, തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്ത് ഫെസ്റ്റിവലിന് പോയപ്പോൾ ടിനുവിനോട് തന്നെ അവിടുത്തെ ഒരു സംവിധായകൻ പറഞ്ഞു, ഇത്തരം മൂഡ് പടങ്ങളും ക്രിയേറ്റീവ് പടങ്ങളുടെ ഭാഗമായിട്ട് വരണം എന്ന് വെച്ചാൽ കമേഴ്സ്യലൈസേഷനും ക്രിയേറ്റിവിറ്റിയൊക്കെ രണ്ടായി കാണാതെ ഒന്നിച്ച് വരുന്ന പടങ്ങളുണ്ട്. അത്തരം ഒരു പടമാണെന്ന് പറഞ്ഞ് ടിനുവിനോട് ഭയങ്കര അപ്രീസിയേഷൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു തമിഴ് സംവിധായകൻ. അല്ല, അങ്ങനെയാണ് സിനിമ വേണ്ടത്. അത് കലാപരമായിരിക്കുമ്പോൾ തന്നെ ഒരു ആർട്ടിസ്റ്റിക് ക്വാളിറ്റി വേണം. ഇപ്പോൾ 10 കൊല്ലം മുമ്പെടുത്ത ഷട്ടറിനെ പറ്റി നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അതിനാ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. 12 ഇറങ്ങിയതാണ് ഷട്ടറല്ലേ, 2013 ഇറങ്ങിയത്. അപ്പോൾ 11 കൊല്ലായി. അപ്പോൾ താമസിയാതെ അടുത്ത് പടം ചെയ്യും. തീർച്ചയായിട്ടും അത് വേണം. ശരത്തെ, ശരിക്കും ഈ അപ്പാനി ശരത്ത് ഞങ്ങളുടെ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. വെളിപാടിന്റെ പുസ്തകത്തിൽ ആ പാട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആ പാട്ടിന്റെ കൂട്ടത്തിൽ അപ്പാനി ശരത്ത് ഒന്ന് നമ്പർ 1 ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. ആ പാട്ടൊക്കെ കുതിച്ചു പോയ ഒരു ടൈം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം തമിഴിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അത് ഇവിടുത്തെ സിനിമകൾക്ക് കോൺസെൻട്രേഷൻ ചെയ്തതല്ല, തമിഴിൽ നിന്നാണ് കൂടുതലും ഓഫർ വന്നത്, വിളികൾ വന്നതും. അപ്പം വിളികൾ വന്നപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് ഇപ്പം എനിക്ക് 2017 ഞാൻ ആട്ടോ ശങ്കർ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടുത്തെ ഒരാളുടെ ബയോഗ്രഫിയാണ്, ചെന്നൈയിൽ ജീവിച്ചിരുന്നതാണ്. അത് ഒരു സിഗ്നേച്ചർ ഐറ്റമായിട്ട് മാറുകയും പിന്നെ അവിടെ നിന്ന് കണ്ടിന്യൂസ് തമിഴ് പടങ്ങൾ കിട്ടുകയും ചെയ്തതാണ്. അവിടുത്തെ പ്രേക്ഷകരുടെ അക്സെപ്റ്റൻസ് കൂടുതലുമായിരിക്കും. അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും. ഓട്ടോ ശങ്കർ അന്നത്തെ തുടക്കത്തിൽ ഭയങ്കര ഏറ്റവും റീച്ച് കിട്ടിയ അതെല്ലാവരും കണ്ടു. അപ്പം പിന്നെ ഇപ്പോഴും തമിഴ് പടങ്ങൾ തന്നെയാണ് കൂടുതലും ചെയ്യുന്നത്. മലയാളം ഉണ്ട്, കൂടുതൽ തമിഴാണെന്നേ ഉള്ളൂ. ഈ സ്വർഗത്തിലെ കട്ടുറുമ്പില് കട്ടുറുമ്പാണ് ധ്യാനിന്റെ. ആണെങ്കിൽ പറയാം, അല്ലെ സ്വർഗത്തിലെ കട്ടുറുമ്പില് കട്ടുറുമ്പാണ്. പക്ഷെ അതിലും ഞാൻ ഇതിനു മുമ്പും കുറെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ എല്ലാ സിനിമകളിലും ഈ പറഞ്ഞ പോലെ താടിയും മുടിയൊക്കെ റോ ആയിട്ടുള്ള ക്യാരക്ടർ എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതെ അതെ, ഇതേപോലെ മാടപ്രാവണ്ടേ. പക്ഷേ ഇടയ്ക്ക് ഉടലിൽ ചെയ്ത ക്യാരക്ടർ ഷെയ്ഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് ജനലിൽ കൂടെ ധ്യാൻ നിൽക്കുന്ന പുറത്തേക്ക് നോക്കുമ്പോൾ അയാൾ ഒരു ചോദ്യം ചോദിക്കും, കൂടെ നിൽക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഇയാളുടെ ഒരു വെപ്രാളമുണ്ട്. ഗംഭീര സിനിമ ആണോ, അറിയാതെ പറ്റിയതായിരിക്കും. അതാണ് ആർട്ട്. അറിഞ്ഞുകൊണ്ട് നീ അഭിനയിച്ചു നോക്കി ഭയങ്കര അത് ഉള്ളിൽ നിന്ന് വരും സംഭവം. അത് ഉള്ളിൽ നിന്ന് രണ്ടാമത് ചെയ്യാൻ പറഞ്ഞാൽ പറ്റൂല. അല്ല, അതിനകത്തൊരു പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ നിന്ന് വന്നതാണെങ്കിൽ ആ സാഹചര്യത്തിൽ കാമുകി കൂടെ നിൽക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചറുന്നതാ. അതെ, ഉള്ളിൽ നിന്ന് വന്നതായിരിക്കും. ഉള്ളിൽ നിന്ന് വരുള്ളൂ. എല്ലാം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. നമ്മളെ ക്യാരക്ടർ, ഈ ലോകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഒരു നടന്റെ ഉള്ളിലുണ്ട്. അതെ, ആ സന്ദർഭങ്ങളിൽ വരുമ്പോൾ അത് നമ്മൾ പുറത്തേക്ക് എടുക്കും, പുറത്ത് വരുന്നു. അങ്ങനെയാണത്. അല്ലാണ്ട് പഠിച്ചത് ഇങ്ങനെ ചെയ്തോളെ വിചാരിച്ചിട്ട് ഒരിക്കലും സാധിക്കില്ല. പക്ഷേ കുറച്ചൊക്കെ അഭിനയത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങിയെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ധ്യാന്റെ ആ ക്യാരക്ടർ കണ്ടപ്പോൾ, ഉടലിലെ ക്യാരക്ടർ കണ്ടപ്പോൾ ഇല്ല, ആ സിനിമ ഡിമാൻഡ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ ആ സിനിമ നമ്മൾ സത്യം പറഞ്ഞാൽ 19-20 ദിവസത്തിൽ താഴെ ഷൂട്ട് ചെയ്ത കൊറോണ സമയത്ത് പീക്കിൽ നിന്നിരുന്ന സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പൊ അതിന് ഇങ്ങനൊരു ക്രിട്ടിക്കൽ എക്ലമേഷൻ കിട്ടുന്നോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തയൊന്നുമില്ല. നമ്മൾ റെഫറൻസ് വെച്ചിരുന്ന സിനിമ പോലും ഡോൺ ബ്രീത്ത് ആണ്, ഇൻസ്പയർഡ് ഫ്രം ഡോൺ ബ്രീത്ത് ആണ്. ബിക്കോസ് ഇന്ദ്രൻ സാറിന്റെ ലെൻസ് അടക്കം ക്ലിയർലി ഇൻസ്പയർഡ് ആണ്. പക്ഷേ അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്ന സമയത്ത് അതിനൊരു നമ്മൾ സ്ഥിരം പേപ്പറിലും വാർത്തകളിലൊക്കെ കേൾക്കുന്ന ചില സംഭവങ്ങളൊക്കെ ആയിട്ടൊരു ഇൻഫിഡലിറ്റി അല്ലെങ്കിൽ അഫെയർ, ഇതുപോലെ എക്സ്ട്രാ മാരിറ്റൽ സാധനമൊക്കെ നമ്മൾ ഡേ ടു ഡേ ഇതിനകത്ത് നമ്മൾ കേൾക്കുന്നതാണ്. ഇതുപോലത്തെ
കാമുകനുമായിട്ട് ഒളിച്ചോടി പോയി കുഞ്ഞിനെ കൊന്നു തോട്ടിക്കളയുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു എവിടേക്കോ നമ്മളെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നൊരു സാധനമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ ഒരു സിനിമയിലെ ലെയർ എന്ന് വെച്ചാൽ ഒരു വർക്ക് ചെയ്തൊരു സാധനം എന്ന് വെച്ചാൽ രതീഷേട്ടൻ അവളുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർഗയുടെ പേഴ്സ്പെക്റ്റീവിലൂടെ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അവളുടെ ലൈഫ് നോക്കുന്ന സമയത്ത് ഡെയിലി ഇത് തന്നെ ഇവരെ ശുശ്രൂഷിക്കുക, അവർക്കൊരു ലൈഫില്ല. അപ്പം ഒരു മേഴ്സി കില്ലിംഗ് ഒക്കെ പോലെ നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവൾ ചെയ്തതിൽ എന്താ തെറ്റ് എന്ന് പറഞ്ഞിട്ട് അവളുടെ ഭാഗത്ത് നമുക്ക് കുറച്ച് ഓഡിയൻസ് വേണമെങ്കിൽ ഒരു ലെയർ ഉണ്ട്. ആ എന്ന് വെച്ചാൽ അവളുടെ സ്ഥാനത്ത് കുറച്ച് ആൾക്കാർ നിൽക്കും. കാരണം അവൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഭർത്താവ് അവളെ വീട്ടിലിട്ടിട്ട് പോയിരിക്കുന്നു, വയസ്സായ എന്ന് വെച്ചിട്ട് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് റോങ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ക്രൈം. അവിടെ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഇറ്റ്സ് എ റിവെഞ്ച് സിനിമ. അപ്പം ആ രീതിയിൽ സിനിമാറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്ത് വളരെ സിനിമാറ്റിക് ആയിട്ടും പക്ഷേ ഭയങ്കരമായിട്ട് റിയൽ ഇൻസിഡൻസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. ആ രീതിയിൽ നമുക്ക് റിലേറ്റബിളും ആണ്, അറ്റ് ദ സെയിം ടൈം പ്യുവർ സിനിമയാണ്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ സത്യത്തിൽ നിവിനെയും ധ്യാനെയും ശരിക്കും ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരുടെയും ഇൻഡസ്ട്രിയിലെ സ്റ്റാറ്റസും ഉയർത്തിയിട്ടുണ്ട്. ശരിക്കും പ്ലാൻ ചെയ്ത് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ബുദ്ധിമാൻ ചെയ്തതാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അത്ര ബുദ്ധിയില്ല ഞങ്ങൾ ആ പടത്തിന് ഞങ്ങൾക്ക് കെട്ടിയ റോള് വെച്ച് ഞങ്ങൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. അല്ല അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും ഇത്തരം ക്യാരക്ടേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ മാത്രം ചില ആൾക്കാർ നമുക്ക് വീണ് കിട്ടുന്നതാണ് ഇത്തരം ക്യാരക്ടേഴ്സൊക്കെ. അത് എഴുതിയ ആളുടെ സംവിധായകന് നമ്മളെ വിശ്വസിച്ചത് തരുമ്പോൾ നമ്മൾ അതിന് ജസ്റ്റിസ് കാണിക്കുക എന്നല്ലാതെ നമുക്ക് വി ഡോണ്ട് ഹാവ് ആൻ ഓപ്ഷൻ എന്നുള്ളതാണ്. കാരണം അത് ഭയങ്കര ഒരു ഇപ്പം എനിക്ക് 36 വയസ്സായി. 36 വയസ്സിൽ ഞാനൊരു 70 year old ഒരാളെ പ്ലേ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ അത്രയും എന്താ പറയണ്ടത്, ഇതിന് മുന്നേ അതിൻ്റെ എന്തെങ്കിലും ഒരു സാധനം ചെയ്തിട്ട് ഞാൻ പ്രൂവൺ ആയിരിക്കണം. പ്രത്യേകിച്ച് ഒരു വയസ്സാങ്ങളുടെ ഗെറ്റപ്പിൽ വന്നിട്ട് നമ്മൾ നരയൊക്കെ ഇട്ട് വന്ന് നമ്മൾ ഈ സൗണ്ടൊക്കെ മാറി ബോഡി ലാംഗ്വേജിലൊക്കെ വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് നമ്മൾ ഓൺ സ്ക്രീൻ വരുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു പോയിന്റിൽ ഇത് ഫാൻസി ഡ്രസ്സോ അല്ലെങ്കിൽ ഇത് മിമിക്രി ആയി പോയി കഴിഞ്ഞാൽ ഇത് ഒറ്റ ഒരു പോയിന്റിൽ ഇത് വീണു. പ്രത്യേകിച്ച് എന്നെ ഡിജിറ്റലിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഡെയിലി കാണുന്നതാണ് ആൾക്കാർ. അപ്പോൾ എന്നെ ഒരിക്കലും ഓൺ സ്ക്രീൻ ഇവർക്ക് ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അതിന് മുന്നേ ഇറങ്ങിയ പല സിനിമകളിൽ പോലും ഇവിടുത്തെ മെയിൻ സ്ട്രീം നടന്മാർ പോലും ഈ ഓൾഡ് ഏജ് ഗെറ്റപ്പിലൊക്കെ വരുന്ന സമയത്ത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം എന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. എന്തെങ്കിലും 2 തെറിവിളി വരും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഫസ്റ്റ് ട്രെയിലർ വന്നപ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ മാറി. കാരണം നല്ല അഭിപ്രായങ്ങൾ വരാൻ തുടങ്ങി, യൂഷ്വൽ തെറികളില്ല. പടം വന്നപ്പോൾ അത് കൺവിൻസിങ് ആയി തോന്നി. കൺവിൻസിങ് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അടുത്ത നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന ആൾക്കാർക്ക് പോലും നമ്മളൊരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യുന്നു പറയുമ്പോൾ നമുക്കത് കിട്ടാവുന്ന ഏറ്റവും വലിയ കോംപ്ലിമെൻ്റ് ആണ്. കാരണം അവർക്ക് നമ്മളെ കണ്ടിട്ടാണ് നമ്മളോട് ഡെയിലി സംസാരിക്കുന്ന എന്താ പറയുക സമ്പർക്കമുള്ള ആൾക്കാർക്ക് പോലും അത് എനിക്കൊരു ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് തന്നെ ആസ് എൻ ആക്ടർ, അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നു. അതൊരു ഭയങ്കര സന്തോഷം തന്നെ. പക്ഷേ തിയേറ്ററിലൊക്കെ ആയിരുന്നെങ്കിൽ OTT റിലീസ് വരുമ്പോഴത്തേക്ക് കുറച്ച് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്, ട്രോളുകളൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ട്രോളുകൾ നേരിടുന്നത്? എനിക്ക് പൊതുവെ കുറവാണ്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. എൻ്റെ കാര്യം ഞാൻ നോക്കിയാൽ പോരെ. സാധാരണ എനിക്ക് കിട്ടുന്ന യൂഷ്വലി ഒരു പടം എൻ്റെ പടങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത ഉണ്ടല്ലോ, അറിയാലോ. അപ്പം ഞാൻ കിട്ടുന്ന എനിക്ക് തെറികളും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറികളൊക്കെ മിക്കവാറും നിന്റെ ചേട്ടനോട് അവനോട് പറഞ്ഞേക്ക് എന്നുള്ളതാക്കി. അപ്പൊ ഗുണം കിട്ടിയത് ധ്യാനിന്. പക്ഷെ അപ്പോഴും എവിടേക്കോ മലയാളിക്ക് വിനീത് ശ്രീനിവാസൻ എന്ന മനുഷ്യനോടും മൾട്ടിഫേസിറ്റഡ് ആയിട്ടുള്ള ഒരാളോടുള്ള ഒരു സ്നേഹമുള്ളത് കൊണ്ട് ഡയറക്റ്റ് പുള്ളിനെ പോയിട്ട് ഇൻസ് ബോക്സിൽ തെറി വിളിക്കാനുള്ള ചങ്കുറ്റമോ എവിടെയോ വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കാണ് പലപ്പോഴും ചേട്ടനോട് പറഞ്ഞേക്ക് പറഞ്ഞ. അപ്പം ഞാൻ കൃത്യമായിട്ട് അത് അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് പലരും വഴിയും. അപ്പം അല്ല, ഈ OTT എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വേറൊരു പ്ലാറ്റ്ഫോമും വേറൊരു വ്യൂയിങ്ങും ആണ് കംപ്ലീറ്റ്ലി. ഇപ്പം നമ്മൾ ഇവിടെ ഇറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള സിനിമകൾ OTT വന്നിട്ട് അട്ടർ ഫ്ലോപ്പായ വേറെ സിനിമകളുണ്ട്. എന്ന് വെച്ചാൽ തീരെ ഓഡിയൻസിന് വർക്ക് ആവാതെ പോയ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉണ്ട്. എനിക്കും അതുപോലെ കാരണം ഞാൻ ഇപ്പോൾ കാണുന്ന തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തൊരവസ്ഥയുള്ളതുകൊണ്ട് OTT ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്. അതിൽ ഓടിയ സിനിമകളൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് എങ്ങനെ തിയേറ്ററിൽ ഓടിയെന്ന് നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ്.
അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ സിനിമ വിഷ്വലും സൗണ്ടുമാണ് അൾട്ടിമേറ്റ്ലി. സൗണ്ട് ഒരു ഇത്രയും ഒരു വലിയൊരു മോബിൻ്റെ കൂടെ ഇരുന്ന് നമുക്ക് കാണുമ്പോൾ ചില സമയത്ത് നമ്മൾ ചിരിക്കുന്ന നമ്മൾ ഒരിക്കലും ചിരി വരാത്ത സ്ഥലത്ത് പോലും ചിലപ്പോൾ നമ്മൾ ചിരിച്ചു പോകും. നമ്മൾ വേറെ എനർജിയാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് തരുന്നൊരു എനർജി വേറെയാണ്. ചിലപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് കാണുമ്പോൾ ഈ ലാഗൊന്നും ഫീൽ ചെയ്യില്ല. വീട്ടിൽ നമ്മൾ പോസ് ചെയ്യുന്നു, നമ്മൾ അവിടെ പോയി നടന്നു വരുന്നു, തിരിച്ചു വരുന്നു. അപ്പം ചില സിനിമകളൊക്കെ രജനീഷ് അടക്കം നമ്മളടക്കം 3 ദിവസം 4 ദിവസമൊക്കെ എടുത്തിട്ട് പടം കാണും. തിയേറ്ററിൽ അങ്ങനെ കാണാൻ പറ്റൂല, ഒറ്റയടി കണ്ടു തീർക്കണം അല്ലേ. അപ്പം നമുക്ക് നമ്മളും നമ്മുടെ സൗകര്യത്തിന് പോസ് ചെയ്യുന്നു, നിർത്തുന്നു, പോകുന്നു. അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ കഥ നീങ്ങുന്നില്ലല്ലോ. മോബ് തരുന്നൊരു ഇമോഷൻസ് ഉണ്ടല്ലോ. ഡെഫിനറ്റ്ലി മോബ് തരുന്ന സങ്കടമാണെങ്കിലും ട്രാജിക് സിനിമയാണെങ്കിലും എല്ലാവരും കാര്യം. പിന്നെ ആകാശദൂതൊക്കെ അങ്ങനെയല്ലേ. പിന്നെ ആ ജോണറിന് തന്നെ, ആ ജോണർ എന്ന് പറയുന്നത് ഇമോഷണൽ ഡ്രാമയാണ് സിനിമ. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഡ്രാമയാണ്. ഡ്രാമ എങ്ങനെ ടി വിയിൽ കണ്ടാലും നമുക്ക് ബോറടിക്കും. ഡ്രാമ ഇപ്പം എന്ന് നിന്റെ മൊയ്തി എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ നമ്മൾക്ക് ആ തിയേറ്ററിൽ ആ മ്യൂസിക്കും പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ചില സമയത്ത് നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ സിനിമയാണ്. ആ സിനിമ നമ്മുടെ ടി വിയിൽ എത്ര തവണ റിപ്പീറ്റ് വരും, എത്ര തവണ റിപ്പീറ്റ് നമ്മൾ കാണും. നമ്മൾ റിപ്പീറ്റ് കാണുന്നത് കമേഴ്ഷ്യൽ സിനിമകളും ഹ്യൂമറും ഇത്തരം സിനിമകളാണ്. അപ്പം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ അത്തരം സിനിമകൾ നമ്മൾ റിപ്പീറ്റ് കാണില്ല. അതുപോലെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡ്രാമയൊന്നും ഒരിക്കലും നമുക്ക് വീട്ടിലിരുന്ന ടി വിയിൽ കണ്ടിരിക്കാൻ പറ്റില്ല. അത് സത്യാവസ്ഥയാണ്. ലാഗ് ഉണ്ടാവും, നമുക്ക് ഇതെന്താ ഇതൊന്നും നീങ്ങാത്തെന്ന് തോന്നും, ബോറടിക്കും. അപ്പം ചില സിനിമകൾ നമ്മൾ അതേ നമുക്കിപ്പം വേറെ സിനിമകൾ ഓളമുള്ള അപ്പോൾ ആവേശമായിക്കോട്ടെ, 2 കൺട്രീസും മറ്റേ അടികപ്പിയാരെ ഇതുപോലത്തെ ദിലീപേട്ടൻ്റെ സിനിമകളൊക്കെയാണ് നമുക്ക് എത്ര വേണം റിപ്പീറ്റ് കാണാം. പക്ഷെ നമ്മൾ ഒരു ഡ്രാമ പടം വീണ്ടും വീണ്ടും കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ആകാശദൂത് പോലത്തെ എക്സെപ്ഷണൽ സിനിമകൾ മാത്രമേ ഉള്ളൂ. ആരൊക്കെ ഇരുന്ന് ടി വിയിൽ വീണ്ടും കാണുന്നത്. കഥ പറയുമ്പോൾ ഡ്രാമയാണ്, ആക്ച്വലി ഫ്രണ്ട്ഷിപ്പ് ഇമോഷണൽ ഡ്രാമയാണ്. എത്രയോ തവണ നമ്മളില്ലേ കഥ പറയുമ്പോൾ ഇപ്പോഴും ഞാൻ അതിന്റെ ഫസ്റ്റ് ഹാഫ് ഒന്നും കാണില്ല, ഓടിച്ചു പോയിട്ട് പിന്നെ ആ ചാനൽ കണ്ടിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ വീണ്ടും വെച്ച് കാണും. കാരണം അതുവരെ നമുക്ക് കാണാൻ ഇഷ്ടമല്ല. കാരണം എന്താ, അതുവരെ ലാഗാ. സത്യമല്ലേ, സത്യാവസ്ഥയല്ല. അതാണ് ഇത്. ഈ വാക്ചാരുതയാണ് ഇന്റർവ്യൂ സ്റ്റാർ ആക്കുന്നത്. നമ്പർ 1 ഇടയ്ക്ക് ഷൈൻ ടോം ജാക്കോ കയറി വന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലും രക്ഷയില്ല, ദൂരെയാണ് എന്ന് വെച്ചാൽ ധ്യാൻ മാത്രമേ ഉള്ളൂ. ഇതൊരു വെറും ഡിജിറ്റൽ സ്പേസിലുള്ള ഇതൊരു മറ്റേ മായാലോക, ഒരു ബബിളാ. ഇതിൽ കാര്യമില്ല, അങ്ങനൊന്നും പൊട്ടില്ലെന്നേ. അല്ല ഞാൻ പറഞ്ഞ അതല്ല, ഇതൊരു സത്യം പറഞ്ഞ ഡിജിറ്റൽ സ്പേസ് എന്ന് പറയുന്നത് ഒരു ബബിളാണ്. അപ്പൊ അങ്ങനെ ഒരു ബബിള് അല്ല ഞാൻ പറഞ്ഞ ആ ബബിളിനകത്ത് ആർക്ക് വേണമെങ്കിലും എനി ഡേ നമുക്ക് ആർക്ക് വേണമെങ്കിലും വലിയ കുമിളകൾ വരും, വലിയ വലിയ ആൾക്കാർ. അപ്പൊ അപ്സ് ആൻഡ് ഡൗൺസ് അത്രേ ഉള്ളൂ. ഈ അപ്സ് ആൻഡ് ഡൗൺസിനെ കുറിച്ച് പറഞ്ഞപ്പോ ശരത് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ട് കയറി വന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഒരുപക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റു എന്നൊക്കെ പറയാൻ പറ്റുന്ന കരിയറുള്ള സിനിമാക്കാരൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല. ഈ പറയുന്ന പോലെ നമ്മൾ നെപ്പോ കിഡ്സിന്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്പേസ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് വന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട നെപ്പോ കിഡ് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ ഒരു നെപ്പോ കിട്ടായതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളെ കൂട്ടുകാരനെ ഒരുപാട്. അപ്പൊ ശരത്തെ അങ്ങനെ കയറി വന്നിട്ട് സിനിമയിൽ എത്തിയതിനു ശേഷം ഒരു ഡ്രോബാക്ക് വരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെയും ഇത് പിടിച്ച് കയറി വരിക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല. ഞാൻ ബേസിക്കലി ഞാൻ നാടകമാണ് പഠിച്ചത്. ഞാൻ വളരെ കുഞ്ഞുനാൾ ഒരു തിയേറ്റർ നാടകത്തിലാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തെരുവ് നാടകം ചെയ്തിട്ടുണ്ട്. നാടകത്തിലാണ് PG എടുത്തത് കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റി. നാടകം ചെയ്യുന്ന സമയത്ത് എപ്പോഴും നാടകം കാണുമല്ലോ. അപ്പോൾ നാടകം ഇല്ലാത്ത സമയത്ത് വേറെ മറ്റ് പല ജോലികൾക്കും പോയി തന്നെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം സിനിമയിലെത്തി കുറച്ച് സിനിമകൾ ചെയ്തതിന് ശേഷം വീണ്ടും സിനിമകൾ കുറഞ്ഞു വന്നപ്പോൾ ഞാൻ വീണ്ടും നാടകത്തിലേക്ക് പോയി. നമ്മൾ സിനിമ ഇല്ലെന്നേ ഉള്ളൂ, നമ്മൾ അഭിനേതാവ് എപ്പോഴും അഭിനേതാവ് തന്നെയാണ്. വീണ്ടും നമ്മൾ സ്വയം ബോൾഡ് ചെയ്തെടുത്തു. നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം നീതി പുലർത്താൻ പറ്റും അത്രത്തോളം നമ്മൾ ശ്രമിച്ചു. അങ്ങനെ തന്നെയാണ്. അതതിൻ്റെ അത് അങ്ങനെ തന്നെയാണ് എൻ്റെ ട്രാവലിംഗ് എന്ന് ഞാൻ. പക്ഷേ അതിൻ്റെ സാമ്പത്തികമായി ഡ്രോബാക്ക് വരുമ്പോൾ ഒരു സിനിമാക്കാരൻ ഒരിക്കലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ലൈഫ് സ്റ്റൈൽ കുറയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. അല്ലാതെ മനസ്സിലാക്കി ജീവിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. നമ്മൾ ഇന്നലെ എന്തായിരുന്നു ഇന്ന് എന്താണെന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ മുമ്പോട്ട് പോട്ടെ. അതെ അതെ, നമ്മൾ തമിഴ് സ്റ്റാർ മാത്രം ആയാൽ പോരെ, ഞങ്ങൾക്ക് മലയാളത്തിൽ ഉറപ്പായിട്ടും സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്താണ് ധ്യാനം ശരിക്കും?
ഇതിലൊരു ചെറിയൊരു ഒരു ക്ലൈമാക്സിൽ പറഞ്ഞൊരു തോട്ട്, ഞാനൊരു സ്കൂൾ മാഷായിട്ടാണ്. സ്കൂൾ മാഷ്, ഒരു ലവ് ഇൻട്രസ്റ്റ് ഉണ്ട് ഗായത്രി ചെയ്യുന്ന ക്യാരക്ടർ. കഥയിലെ പ്രധാന വില്ലനും വില്ലന്റെ ജ്യേഷ്ഠനുമാണ്. ഓക്കെ, വില്ലന്മാരാണ്. ലുക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നത്. അപ്പൊ ആ നാട്ടിൽ പ്രാദേശികമായി നടക്കുന്ന ചില സംഭവങ്ങളും കംപ്ലീറ്റ്ലി ഒരു എന്താ പറയണ്ട, ഒരു കോമഡി അല്ലെങ്കിൽ ഫാമിലിന്നപ്പുറം ഒരു സീരിയസ് സംഭവം നടക്കുന്നു. അതിനോട് ഇഷ്യൂ ഒക്കെ ഉണ്ട്. അതിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് ഇവന്റ്സാ ക്ലൈമാക്സ്. ഈ പറഞ്ഞ പോലെ ഇതുവരെ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. അത് എങ്ങനെ തിയേറ്ററിൽ എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇവർ മുന്നോട്ട് വെക്കുന്നൊരു പുതിയൊരു തോട്ടാണ് അത്. അതൊരു നിയമത്തിലൊക്കെ ഉള്ള ഒരു സാധ്യതയുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് പുതിയതായിട്ട് തോന്നി. ആ ക്ലൈമാക്സ് വെരി എൻഡിങ്. അതുവരെയുള്ള സംഭവങ്ങളൊക്കെ യൂഷ്വൽ ഒരു സിനിമാ കഥയിൽ വരുന്ന സംഭവങ്ങളൊക്കെ തന്നെ. അപ്പൊ സാറിനോട് നേരത്തെ ചോദിച്ചില്ല, ഷട്ടർ കഴിഞ്ഞിട്ട് സിനിമ എടുക്കാത്തത്, ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം എന്താ ധ്യാൻ സിനിമ എടുക്കാത്ത? ഇതേ പ്രശ്നം തന്നെ. അങ്ങനെ വരും. നമ്മളിപ്പോ ഇതൊരു തൊഴിലുള്ള രീതിയിൽ കാണുമ്പോഴാണ് പ്രശ്നം. എനിക്ക് സംവിധാനം ഒരു തൊഴിൽ മാത്രമല്ല, എൻ്റെ ഒരു ആത്മപ്രകാശനം. ഇപ്പം ധ്യാനത്തിലിരിക്കും നമ്മൾ സ്വയം എക്സ്പ്രസ് ചെയ്യാം. ഇപ്പം അഭിനയിക്കുന്ന പോലെയല്ല. അഭിനയിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഡയറക്ടേഴ്സിൻ്റെ അവരുടെ ആത്മപ്രകാശനത്തിൻ്റെ ഭാഗമാവുകയാണ്. അവരെ മനസ്സിൽ, എഴുത്തുകാരൻ്റെ മനസ്സിലൊരു ക്യാരക്ടർ നമ്മൾ അവതരിപ്പിക്കുന്നു. അതോടെ നമ്മളത് വിട്ടു. നമ്മളൊരു അവർ ഓൺ ബേബിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കണം, ഒരുപാട് വർക്ക് ചെയ്യണം. ഇതിൽ മടി ഒരു ഘടകമാണ്. പിന്നെ അപ് ടു ഡേറ്റ് ആവണം. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒത്തു വരുമ്പോൾ ഇത് പറഞ്ഞേ പറ്റൂന്ന് തോന്നൂലേ, അപ്പോഴാണ് നമ്മൾ പറഞ്ഞു ചെയ്യുക. അങ്ങനെയല്ലേ? മനസ്സിലായി. അല്ല, പിന്നെ അതിന് ഏറ്റവും വെച്ചാൽ നടൻ എന്നുള്ളത് നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞു, നടന് ഭയങ്കരമായിട്ടുള്ള, ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ക്രിയേറ്റീവ് സൈഡിൽ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ക്യാമറ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അഭിനയം ഭയങ്കര പാഷനായിരിക്കില്ല. എനിക്ക് അഭിനയം അങ്ങനെ ഒരു പാഷനായിട്ടായിട്ട് ചെയ്യുന്ന ജോലിയല്ല. അത് ജോലിയായിട്ട് തന്നെ കാണുന്നു. മറ്റേത് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പാഷനോടുകൂടി നമ്മൾ ചെയ്യുന്ന സാധനമാണ്. അതിൻ്റെ സക്സസും ഫെയിലിയറും നമ്മളെ ശരിക്കും ബാധിക്കും. ശരിക്കും എന്നുവെച്ചാൽ ബിഹൈൻഡ് ദ, കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വന്നത്, ഞാൻ സംവിധായകനാവണം എന്ന് ആഗ്രഹിച്ച സിനിമയിൽ വന്നതാണ്. നടനാവുന്നത് ഭയങ്കര കോയിൻസിഡൻസും ആക്സിഡന്റിലായിട്ട് സംഭവിച്ച സംഭവം. പക്ഷേ ഡെഫിനറ്റ്ലി പിന്നീട് ഉണ്ടായിട്ടുള്ള കുറേ സിനിമകൾ വരുന്നു. അതോടൊപ്പം തന്നെ ജീവിക്കാൻ നമുക്ക് പണം ആവശ്യമാണ്. ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ നമുക്ക് ജീവിക്കാൻ, മുന്നോട്ട് ജീവിക്കാൻ ഏറ്റവും ആവശ്യം ഇതൊക്കെ തന്നെയാണ്, പണം വേണം. സ്വാഭാവികമായിട്ടും അഭിനയം ഉള്ളതുകൊണ്ട് അതങ്ങനെ കഴിഞ്ഞു പോകുന്നു. പക്ഷേ മറ്റേത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എടുക്കുന്ന സമയം, ഇത് പാഷൻ അല്ലെങ്കിൽ നമുക്ക് എടുക്കുന്ന എനർജി ഒരുപാട്. അപ്പം അതിനൊന്നും സംഭവിക്കാൻ പാടില്ല. നമ്മൾ അത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പരിപാടിക്ക് ഇറങ്ങും. അത് ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തെന്ന് വെച്ചാൽ, എനിക്ക് അത്യാവശ്യം സമയമെടുത്ത് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പല സ്ഥലത്തായിട്ടും പറഞ്ഞിട്ടുണ്ട്. 2-2.5 വർഷം എടുത്തു ആ സിനിമ തീരാൻ തന്നെ. ഞാൻ തന്നെ ആ സിനിമയിൽ നിന്ന് ഒരുപാട് ഡിറ്റാച്ച്ഡ് ആയിട്ടൊക്കെയാണ് പടം തീർത്തത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, ഫിനാൻഷ്യലി ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ തിയേറ്ററിൽ വന്നപ്പോൾ കമേഴ്ഷ്യൽ പടം എന്നുള്ള രീതിയിൽ അന്നത്തെ ഫെസ്റ്റിവൽ ഓണത്തിന് വന്നപ്പോൾ അത് ഹിറ്റായി. പക്ഷേ അപ്പോഴും എനിക്ക് കംപ്ലീറ്റ്ലി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടൊരു സിനിമയാണെന്ന് ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞു. എനിക്ക് ആ സിനിമയോട് പല രീതിയിലും എനിക്ക് ഇഷ്ടക്കുറവുണ്ട്, ഞാൻ ആഗ്രഹിച്ച പോലെ ഒന്നുമല്ല സിനിമ ചെയ്തെന്ന് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്തത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്തത് ആലോചിക്കുമ്പോൾ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സംഭവം, അല്ലെങ്കിൽ ജോയേട്ടനെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പറഞ്ഞത്. ജോയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു അക്കാഡമിക്കലിയും കമേഴ്ഷ്യലിയും ഒക്കെ ഇതായിട്ടുള്ളൊരു ഇത്രയും എക്ലൈംഡ് ആയിട്ടുള്ള സിനിമ ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ലെവലിലോട്ടൊന്നും പോയിട്ടില്ല. ബട്ട് സ്റ്റിൽ കമേഴ്ഷ്യലി സക്സസ് ആയിരുന്നു ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച പോലെ സിനിമ ചെയ്തിട്ടില്ല. ജോയേട്ടന് ആഗ്രഹിച്ച പോലെ സിനിമ ചെയ്യാനെങ്കിലും പറ്റി. അപ്പം ഞാൻ കുറച്ചുകൂടെ കെയർഫുള്ളാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കോഷ്യസ് ആണ്. അടുത്ത് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ സിനിമയായിരിക്കണം. മറ്റ് സിനിമയിലൊക്കെ നമ്മുടെ മാത്രം തീരുമാനങ്ങളായിരുന്നില്ല, ബാക്കിയുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും പലരുടെയും അഭിപ്രായം കേട്ടിട്ട് സിനിമ മാറ്റേണ്ട അടക്കം അവസ്ഥ വന്നിട്ടുണ്ട്, ആദ്യത്തെ സിനിമ ആയതുകൊണ്ട്. അപ്പം ഇനി ചെയ്യുന്ന സിനിമ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്ലി എൻ്റെ സിനിമയാവണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടും ഇപ്പോഴുള്ള സാമ്പത്തിക ഭദ്രത തുടരേണ്ട ആവശ്യമുള്ളതുകൊണ്ടും ഇപ്പോൾ ഈ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് കൂടെയുള്ള സ്റ്റാറുകളെക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവരൊരു സിനിമ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കാശ് ധ്യാൻ എന്ന് പറഞ്ഞൊരു 10 സിനിമ ചെയ്യും, അവരെക്കാളും കൂടുതലാണ് ധ്യാൻ. ടെക്നിക്കൽ ബുദ്ധിമുട്ട് കഴിയാതിരിക്കുന്ന അച്ഛൻ, അധികം ജോലിയില്ലാത്ത അമ്മ, ഹൗസ് വൈഫായ അമ്മ, അധികം ജോലി ചെയ്യാത്ത ചേട്ടൻ.
വല്ലപ്പോഴും സിനിമ ചെയ്യുന്ന ചേട്ടൻ നോക്കണ്ടേ രജനി. അതെ, എല്ലാവരും ബുദ്ധിമുട്ടുകൾ അറിയണ്ടേ. ഞാൻ തീർച്ചയായിട്ടും അപ്പൊ ബുദ്ധിമുട്ടുകളൊക്കെ മാറട്ടെ. സ്വർഗത്തിലെ കട്ടുറുമ്പ് തീർച്ചയായിട്ടും വിജയിക്കട്ടെ. പുതിയ പുതിയ പടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഏതോ പടത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഉറങ്ങിയിട്ട് വന്ന് ചെയ്യാം. ഞാനിപ്പോ ദിലീപേട്ടന്റെ ലിസ്റ്റിന്റെ പടം ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. എല്ലാവരും തിയേറ്ററിൽ സിനിമ കാണണം. നന്ദിയുണ്ട് സംസാരിക്കും. താങ്ക് യു.